കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തെ ഒരു മാളിൽ SFI പ്രവർത്തകർ മിഥുൻ റോയ് എന്ന് പറഞ്ഞൊരു പോലീസ് ഉദ്യോഗസ്ഥനെ ആക്രമിച്ച സംഭവം ഉണ്ടായി. അത് വലിയൊരു വിവാദമായിരിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന ഒരു സന്ദർഭത്തിൽ ഈ തരത്തിലൊരു വിഷയം വന്നത് ആഭ്യന്തര വകുപ്പ് ഏത് തരത്തിൽ നേരിടും എന്ന തരത്തിലൊരു വലിയ കൺഫ്യൂഷൻ തന്നെ അവരുടെ ഇടയിലുള്ള പോലെ നമുക്ക് തോന്നുന്നുണ്ട്. പോലീസ് അസോസിയേഷൻ വളരെ ശക്തമായിട്ട് രംഗത്ത് വന്നിട്ടും തിരിച്ച് കാര്യമായൊരു പ്രതികരണം ഇല്ലാത്ത സ്ഥിതിയാണ് കാണുന്നത്. ജില്ലാ കമ്മിറ്റി, CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഇടപെട്ടിട്ട് ഇത് അടക്കി നിർത്തിയിരിക്കുകയാണെന്നുള്ളൊരു സംഗതി കേൾക്കുന്നുണ്ട്. അത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു വിഷയമായിട്ട് മാറുന്നതിൻ്റെ കാരണം ആഭ്യന്തര വകുപ്പിനെതിരെ തുടർച്ചയായിട്ട് വന്നുകൊണ്ടിരുന്ന ആരോപണങ്ങളുടെ ഒരു പശ്ചാത്തലം കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതൊരു ചെറിയ വിഷയമല്ല. മാധ്യമങ്ങൾ വെറുതെ കത്തിക്കുന്ന ഒരു വിഷയമായിട്ട് മാത്രം കാണാനും കഴിയില്ല. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താണ് ജിബിൻ എന്താണ് കാണുന്നത്? എങ്ങനെയാണ് ഇത് നമുക്കിതിനെക്കുറിച്ച് പറയുമ്പോൾ വെച്ചാൽ ശംഖുമുഖത്ത് പുതുവത്സര തലേന്ന് ശംഖുമുഖത്ത് വെച്ച് ഉണ്ടായൊരു സംഭവമാണ്. കറക്റ്റ് ദിവസം പറഞ്ഞാൽ ഡിസംബർ 31 അന്ന് ഉണ്ടാകുന്നൊരു വിഷയമാണ്. അന്ന് ശംഖുമുഖത്ത് ഉണ്ടാകുന്നൊരു പരിപാടിയിൽ, ന്യൂ ഇയർ പരിപാടി നീണ്ടുപോവുകയും അതിനുശേഷം നിശ്ചിത സമയം കഴിഞ്ഞപ്പോൾ പരിപാടി നടത്തണമെന്ന് പോലീസ് ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് അവിടെ ഒരു SFIയും മിഥുൻ റോയ് അടക്കമുള്ള പോലീസുകാരും SFI പ്രവർത്തകരും തമ്മിലൊരു ചെറിയൊരു സംഘർഷം ഉണ്ടാകുന്നു. സംഘർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ SFI പ്രവർത്തകർ, വോളണ്ടിയറായിട്ട് പോയ SFI പ്രവർത്തകരെ പോലീസുകാർ മർദ്ദിച്ചു എന്നാണ് SFIയുടെ ആരോപണം. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. ഈ SFIക്കാരായിട്ടുള്ള വോളണ്ടിയർമാർ അവിടെ നിൽക്കുമ്പോൾ ഒരു പോലീസിൻ്റെ ഒരു ചെറിയ സംഘം ഒരു ചെറിയ സ്റ്റെപ്പ് ഇറങ്ങി താഴോട്ട് വരികയും അവിടെ നിന്നിരുന്ന ഒരു 3-4 SFI പ്രവർത്തകരെ ലാത്തി ഉപയോഗിച്ച് അടിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. ലാത്തി കൊണ്ട് അടിയേറ്റ ഒരു SFI പ്രവർത്തനം തറയിലേക്ക് വീഴുന്നുണ്ട്. അപ്പോൾ വീണ്ടും അടിക്കാനുള്ളൊരു കൈ ഓങ്ങുകയും ചെയ്യുന്നുണ്ട് ഈ പോലീസ്, അന്ന് ലാത്തി ചാർജ് നടത്തിയ പോലീസുകാർ. അതിനുശേഷം പിന്നെ വേറൊരു ക്ലിപ്പുണ്ട്. പോലീസ് റോഡിനോട് ചേർന്നുള്ള അവിടെ വെച്ച് പോലീസ് ഒരു മോശം രീതിയിൽ സംസാരിക്കുകയും ലാത്തി ഓങ്ങുകയും ചെയ്യുന്നൊരു വിഷയമുണ്ട്. അതിനുശേഷം പിന്നെ വേറെ വിഷയം എന്ന് പറയുന്നത് SFI പ്രവർത്തകർ ഈ പോലീസിനെതിരെ പ്രകോപിതമായ രീതിയിൽ സംസാരിക്കുന്നതാണ്. നിന്നെ പിന്നെ കണ്ടോളാം എന്നുള്ള രീതിയിൽ, പിന്നെ എടുത്തോളാം എന്നുള്ള രീതിയിൽ സംസാരിക്കുകയും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കം ഉണ്ടാകുന്നതിൻ്റെ ഒരു വീഡിയോയും പുറത്തു വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു തിരുവനന്തപുരത്തെ ഒരു മാളിൽ വെച്ച് മിഥുൻ റോയും സഹോദരിയും കൂടെ അവിടെ ഷോപ്പിങ്ങിനെത്തുകയാണ്. ഷോപ്പിങ്ങിനെത്തുമ്പോൾ SFI പ്രവർത്തകരായിട്ടുള്ള കുറച്ച് യുവാക്കൾ മിഥുനെ പിന്തുടരുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, അടിക്കടാ, നിനക്ക് അടിക്കുക അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്. ഇവരതിന് ശേഷം ഒരു മാളിൽ പുറത്തുനിന്നുള്ള വിഷയമുണ്ട്. അതിനുശേഷം മുകളിലോട്ട് അകത്തോട്ട് കയറിയിട്ടുള്ള അകത്തുനിന്നുള്ള വിഷയം പുറത്തുനിന്നുണ്ട്. അത് ഈ കൂടെയുള്ള SFIക്കാർ തന്നെയാണ് വിഷയം പകർത്തുന്നത്. ഇപ്പോൾ ഇവരകത്തോട്ട് കയറുമ്പോൾ ഒരു മുകളിൽ കയറി ഉള്ളിലോട്ട് കയറി കഴിയുമ്പോൾ ഈ SFI പ്രവർത്തകരെ മിഥുനെ ആക്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മിഥുനും തിരിച്ച് ആക്രമിക്കുന്നുണ്ട്. അതിലാണ് കേസ് എടുത്തിരിക്കുന്നത്. ആ കേസ് പ്രകാരം പറഞ്ഞ് മിഥുനെതിരെയും കേസുണ്ട്, SFIക്കെതിരെയും കേസുണ്ട്. അതിൻ്റെ അകത്ത് SFIയുടെ പരാതി പറയുന്നത് മിഥുൻ കയ്യിലെ ഇടിവള ഉപയോഗിച്ച് മർദ്ദിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിഥുൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹോദരി കൊല്ലട എന്ന് പറയുകയും അതിൻ്റെ ഒരു രീതിയിൽ മിഥുൻ ആക്രമിക്കുകയും ചെയ്തു എന്നാണ് SFIയുടെ പരാതിയിൽ പറയുന്നത്. മിഥുൻ്റെ പരാതിയിലും സമാനമായ രീതിയിലാണ് പറയുന്നതെങ്കിൽ, പക്ഷേ ഈ പരാതി എടുത്തതിലാണ് ഇപ്പോൾ ഒരു വ്യത്യസ്തമായ നിലപാട് പൊതുസമൂഹത്തിലും പോലീസിലും ഉയർന്നു വരുന്നത്. അതിനകത്തൊരു റീസൺ എന്ന് പറയുന്നത്, ഈ മിഥുൻ്റെ പരാതിയിൽ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകളാണ് ചുമത്തിരിക്കുന്നത്. പക്ഷേ മിഥുനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നാണ് പറയുന്നത്. വഞ്ചിയൂർ പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ പറയുന്നൊരു വിഷയം എന്ന് പറയുമ്പോൾ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നുള്ളതിനൊപ്പം തന്നെ ഈ കൃത്യനിർവഹണത്തിനിടയിൽ പോലീസ് ലാത്തി വീശുകയും അതിൻ്റെ പേരിൽ പോലീസിന് നേരെ പിന്തുടർന്ന് പിന്നീട് സ്വകാര്യ
കുടുംബത്തിനൊപ്പം പുറത്തു പോയപ്പം സ്വകാര്യ ജീവിതത്തിനിടയിൽ ബന്ധുവിടെ SFI ആക്രമിച്ചു എന്നുമാണ് നിലവിൽ പോലീസിൻ്റെ എന്നുള്ള പോലീസ് അസോസിയേഷനിൽ അടക്കമുണ്ടായ ഒരു പരാതിയായിട്ട് നിലവിലുള്ളത്. ഇപ്പം നിലവിൽ ഈ വിവാദം സോഷ്യൽ മീഡിയയിലടക്കം കത്തിയിട്ടുണ്ട്. പോലീസ് സേനയ്ക്കുള്ളിലും വിമർശനം ശക്തമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അസോസിയേഷൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അത് ഞാനിപ്പോൾ വായിക്കാം. ഔദ്യോഗിക ഡ്യൂട്ടി നിർവഹിച്ചതിൻ്റെ പേരിൽ തിരുവനന്തപുരത്ത് പോലീസ് ഉദ്യോഗസ്ഥനെ പിന്തുടർന്ന് ആക്രമിച്ച സംഭവം ഞെട്ടിക്കുന്നതാണെന്ന് കേരള പോലീസ് അസോസിയേഷൻ. നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ പ്രതിരോധിക്കാൻ ജനാധിപത്യ സമൂഹം ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങണം. ജോലി ചെയ്തതിൻ്റെ പേരിൽ പോലീസുകാരനെ വളഞ്ഞിട്ട് ആക്രമിച്ചത് ജനാധിപത്യത്തിന് അപമാനമാണ്. ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നാട്ടിൽ അരാജകത്വം സൃഷ്ടിക്കാനാണെന്നും കേരള പോലീസ് അസോസിയേഷൻ വാർത്താക്കുറിപ്പോടെ പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നിലവിൽ ഇതിനെതിരായ SFI പ്രവർത്തകരുടെ ഒരു മർദ്ദനം ഇവരുടെ പോലീസിൽ സേനയ്ക്കുള്ളിൽ തന്നെ വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലോട്ട് നമ്മൾ നോക്കി കഴിയുമ്പോൾ ഒരു പരിധിവരെ ഈ SFI പ്രവർത്തകരെ അനുകൂലിക്കുന്ന ഒരു നിലപാടുണ്ട്. അതായത് CPMൻ്റെ സൈബർ ഹാൻഡിലിൽ നിന്നുകൊണ്ട് ഒരു KSU പ്രവർത്തകൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിലും ഇത് പോലീസിൻ്റെ മർദ്ദനമേറ്റതിൽ ന്യായീകരിക്കുന്ന ഒരു കാര്യമാണ്. മോളിൽ മടി കിട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇതിന് രണ്ട് പക്ഷമാണ് നിലവിലുള്ളത്. ഇപ്പോൾ പോലീസുകാരനെ അനുകൂലിച്ചും പറയുന്നുണ്ട്, SFIനെ അനുകൂലിച്ചും പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉയർത്തി കേട്ടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പോലീസ് പറയുന്നതിൻ്റെ അകത്ത് ഒരു കൃത്യനിർവഹണത്തിൻ്റെ പേരിൽ ആഴ്ചകൾക്ക് മുമ്പ് നടന്നൊരു സംഭവത്തിൽ പിന്തുടർന്ന് ആക്രമിക്കുന്നു, മർദ്ദിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ പോലീസിന് എത്രത്തോളം മുന്നോട്ട് പോകാൻ കഴിയുമെന്നാണ് അസോസിയേഷൻ അടക്കം പറയുന്നൊരു കാര്യം. ഈ ഒരു സാഹചര്യത്തിൽ സർക്കാരിൻ്റെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. ഇതിലെന്താണെന്ന് വെച്ചാൽ അസോസിയേഷൻ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവർ പറയുന്നത്. അസോസിയേഷൻ ഇത് പറയേണ്ട സാഹചര്യം തന്നെ വരാറില്ല. പിണറായിയുടെ ഒരു രീതി വെച്ചിട്ട് പിണറായി സിസ്റ്റത്തിനെ വളരെ ശക്തമായിട്ട് നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു തരത്തിലും സിസ്റ്റത്തിനെ ബ്രേക്ക് ചെയ്യാൻ, ഉദ്യോഗസ്ഥരെ ബ്രേക്ക് ചെയ്യാനൊന്നും അങ്ങനെ ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഈ കേസിൽ പക്ഷേ ആഭ്യന്തര വകുപ്പ് അനങ്ങിയിട്ടില്ല. വളരെ കർക്കശമായിട്ട് നടപടിയെടുക്കേണ്ട ഒരു കേസായിരുന്നു. ഒരു തരത്തിലും അനങ്ങിയിട്ടില്ല. അതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പ് തന്നെ ആയിരിക്കണം എന്നാണ് വിചാരിക്കേണ്ടത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആഭ്യന്തര വകുപ്പിനെതിരെ കാലങ്ങളായിട്ട് നിലനിൽക്കുന്ന ഒരു വലിയ വിമർശനമുണ്ട്. അത് ഏറ്റവും മോശം വകുപ്പാണ് എന്നുള്ളൊരു പ്രചാരണമുണ്ട്. അപ്പോൾ അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകം ഉയർന്നു വരുമ്പോൾ അത് തൽക്കാലം വല്ലാതെ വളർത്തേണ്ടതില്ല, പൊലിപ്പിക്കേണ്ടതില്ല എന്ന ഒരു നിലപാടോ സമീപനോ ആയിരിക്കാം ഒരു പക്ഷേ പിണറായിയുടെ ഭാഗത്തു നിന്നുള്ളതെന്നാണ് കാണേണ്ടത്. അല്ലെങ്കിൽ ഇതിനകം തന്നെ പോലീസിൻ്റെ അസോസിയേഷനും ഇടപെടാൻ ഉള്ള അവസരം കൊടുക്കാതെ പിണറായി നിലപാടെടുക്കേണ്ടതായിരുന്നു. ഈ സംഭവത്തിൽ ഇപ്പോൾ നിലവിലെ തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ കാർത്തിക്കിനെതിരെയാണ് ആരോപണം വരുന്നത്. അതായത് പോലീസിൽ നിന്ന് തന്നെ പോലീസുകാരുടെ പല പ്രൊഫൈലുകളിലും കാർത്തിക്കിനെതിരെ പരോക്ഷമായിട്ട് ഉള്ളൊരു വിമർശനം ഉയരുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് പോലീസ് കമ്മീഷണർ അന്വേഷണം നടത്താൻ വേണ്ടി ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിർദ്ദേശത്തിൽ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു സൂചനകൾ പ്രകാരം ഈ മിഥുനെതിരെ ചുമത്തിരിക്കുന്ന ജാമ്യമില്ലാ വകുപ്പ് ഒഴിവാക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ അന്വേഷിക്കാനായിട്ട് ശംഖുമുഖത്തിൻ്റെ ചുമതലയുള്ള ഫോർട്ട് ACP ആണ് ഇപ്പോൾ അന്വേഷിക്കുന്നത്. ACPയുടെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാൻ പറയുന്നുണ്ട്. അന്വേഷണ റിപ്പോർട്ടിൽ പ്രകാരമായിരിക്കും തുടർ നടപടികൾ പോകുന്നത്. കാരണം ഇപ്പോൾ ഈ മിഥുനെതിരെ ആണ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കേസ് ഫയൽ ചെയ്തിരിക്കുന്നത്. മറ്റേ SFIക്കാർക്കെതിരെ വളരെ പുറത്തിറങ്ങാനുള്ള ഇതുകൊണ്ട് അതാണ് ഈ പോലീസിനുള്ള വിമർശനത്തിന് ശക്തമായത്. ഈ വിമർശനം ശക്തമായപ്പം കാർത്തിക് സിറ്റി പോലീസ് കമ്മീഷണർ പ്രതികരണം നടത്തുന്നുണ്ട്. അത് ഞാനിപ്പോൾ വായിക്കാം. പോലീസ് ഉദ്യോഗസ്ഥൻ ഡ്യൂട്ടിയുടെ ഭാഗമായി പല പ്രശ്നങ്ങളിലും ഇടപെടാറുണ്ട്. അതിൻ്റെ ഭാഗമായി പോലീസുകാരനെ പിന്നാലെ പോയി അനാവശ്യമായി ഉപദ്രവിച്ചാൽ ആരായാലും നടപടി ഉണ്ടാവും. ക്രമസമാധാന ചുമതല വഹിച്ചതിൻ്റെ പേരിൽ പോലീസുകാരനെ ആരെങ്കിലും ആക്രമിച്ചാൽ നടപടിയെടുക്കും. പോലീസുകാരന് സുരക്ഷയും നിയമസഹായവും നൽകുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് പ്രതികരിക്കേണ്ടി വന്നത് ഈ പോലീസ് അസോസിയേഷനിൽ നിന്നുള്ള ഒരു സമ്മർദ്ദം അവിടെ ഉണ്ടായത് കൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരു അന്വേഷണത്തിനും അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് കിട്ടുന്നതിൻ്റെ മുറയ്ക്ക് തുടർ നടപടികളും സ്വീകരിക്കാനുള്ള ഒരു നിലപാടിലേക്ക് പോലീസ് എത്തുന്നത്. ഇതിൽ പോലീസ് അസോസിയേഷനും അതുപോലെ അവരെടുക്കുന്നതൊക്കെ കൃത്യമായിട്ടുള്ള നിലപാട് തന്നെയാണ് പോലീസിനെ സംബന്ധിച്ചും. പക്ഷേ ഇതിൽ എനിക്ക് അത്ഭുതം തോന്നുന്നൊരു സംഗതി VD സതീശൻ്റെ ഒരു പ്രസ്താവനയാണ്. പുള്ളി ഇതിൽ SFI എലമെൻറ്റിൻ്റെ മേലെയാണ് കയറി പിടിച്ചിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ
പോലീസിങ്ങിനെതിരെ, പിണറായിയുടെ പോലീസിങ്ങിനെതിരെ ഒരു ശക്തമായിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ആർഗ്യുമെൻറ്റിന് പറ്റിയൊരു തെളിവായിട്ട് വയ്ക്കാവുന്ന സാധനമായിരുന്നു. കാരണം പോലീസുകാരെ സ്വന്തം പാർട്ടിക്കാർ തന്നെ കയറി തല്ലുന്ന തരത്തിൽ ആഭ്യന്തരം വഷളായി എന്ന ആർഗ്യുമെൻ്റ് അവർക്ക് വയ്ക്കാമായിരുന്നു. പക്ഷെ ഇവർ മുമ്പോട്ട് വയ്ക്കുന്നത് SFIക്കാർ കയറി തല്ലി എന്ന തരത്തിൽ ആ ഒരു പോയിന്റിലാണ് ഇവരിങ്ങനെ കിടന്ന് കറങ്ങുന്നത്. ഒരിക്കലും ആഭ്യന്തര വകുപ്പിനെ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല അതിൻ്റെ ഒരു ലോജിക്ക്. അതാണ് തോന്നുന്നു. ഇപ്പോൾ KC-കാരൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ മറ്റായിരുന്നു, അതായത് കൊടുത്താൽ കൊല്ലത്തല്ല, കൊടുത്താൽ മാളിലും കിട്ടുമെന്നാണ് പറയുന്നത്. അതും ഇതുപോലെ തന്നെ പോലീസിനെതിരെയുള്ള ഒരു നിലപാട് തന്നെയാണ്. ആക്ച്വലി മിഥുൻ്റെ ചെയ്തികൾ മുൻകാല ചെയ്തികൾ അന്വേഷിക്കണമെന്ന് പറയുന്ന നിലവിൽ കുറച്ച് കമന്റ്സ് കാണുന്നുണ്ട്. ഈ എയർ ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് മിഥുൻ. അപ്പം മിഥുനുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് സമാനമായ രീതിയിൽ ഉണ്ടെന്നൊക്കെ പറയുന്നു, ആരോപണങ്ങളുണ്ടെന്ന് പറയുന്നു. അതും അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. പോലീസുകാരനെ ആക്രമിച്ച നടപടിയെ SFI ജില്ലാ സെക്രട്ടറി MM നന്ദൻ അപലപിക്കുന്നുണ്ട്. പക്ഷേ മുൻകാല ചെയ്തികൾ അന്വേഷിക്കണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ കാണുന്ന അതേ രീതിയിൽ തന്നെയാണ് CPM-ന്റെ ഭാഗത്തുനിന്നും അല്ല SFIയുടെ ഭാഗത്തുനിന്നും ചെറിയ പ്രതികരണം ഉണ്ടാകുന്നത്. ശരി, പോലീസുകാരനെ കുറിച്ച് അന്വേഷിക്കണമെന്ന് പറയുന്നുണ്ട്. കാരണം അന്നത്തെ ലാത്തി ചാർജിന്റെ വിഷ്വൽ നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അടിയേറ്റാൽ SFI തറയിലേക്ക് വീഴുന്നുണ്ട്. അതിൻ്റെ ഒരു തീവ്രതയെ നമുക്കിവിടെ തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമില്ല. ആ ഒരു സാഹചര്യത്തിലും കൂടിയാണ് നമ്മളിപ്പോൾ മുമ്പോട്ട് പോകുന്നതും ഈ പോലീസിന്റെ നടപടി തുടരുന്നതും. ഇതിൽ യുവാക്കൾ വളരെ അപക്വമായിട്ടാണ് പെരുമാറിയെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഇവർ SFIക്കാരാണെന്നുള്ളൂ. SFI എന്ന് പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളാണ് എന്നുള്ളതുകൊണ്ട് അവരുടെ സമീപനം ഇങ്ങനെ ആവാൻ പാടില്ല. അവർ ആക്രമിക്കുന്ന നിലയിലേക്ക് പോകാൻ പാടില്ല. വളരെ അപക്വമായിട്ടുള്ളൊരു സമീപനമാണ് എടുത്തുള്ളത്. പക്ഷെ ഇതിൻ്റെ ഒരു മറുവശം എന്താണെന്ന് വെച്ചാൽ അതേപോലെ അപക്വമായിട്ടുള്ള സമീപനമാണ് പോലീസുകാരുടെ ഭാഗത്തു നിന്നുള്ളത്. ഇതിൽ നമുക്കാരെയും അങ്ങനെ തൂക്കി വെക്കാൻ യാതൊരു കുഴപ്പമില്ല. രണ്ടുപേരും ഏതാണ്ട് ഒരേ തട്ടിലാണ്, ഒരേ അളവിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇത് രണ്ട് കൂട്ടരുടെ ഭാഗത്തു നിന്നും തിരുത്തലുകൾ ഉണ്ടാവേണ്ടതാണ്. ഒരുപക്ഷെ SFIക്കാർക്കെതിരെ വളരെ കർക്കശമായിട്ടുള്ളൊരു നിലപാടിലേക്ക് പോകാത്തതിൻ്റെ കാരണം തെരഞ്ഞെടുപ്പും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒരു വഷളാവുന്ന തരത്തിലേക്ക്. കാരണം ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ ഏത് തരത്തിൽ ഏറ്റെടുത്തുള്ളത് പാർട്ടി ശ്രദ്ധിക്കുന്നുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇത് വഷളാവുക എന്ന് പറഞ്ഞാൽ ഇത് പാർട്ടിക്ക് ഗുണമാവാൻ സാധ്യതയില്ല. കാരണം താഴെത്തട്ടിൽ പ്രവർത്തിക്കേണ്ട ആളുകളാണ് SFIക്കാർ. ഇനിയിപ്പോൾ പ്രവർത്തകരായിട്ട് ഇറങ്ങുന്നുണ്ട്. പിന്നെ അവർക്കിടയിൽ തന്നെ ഇപ്പോൾ അൻവറിൻ്റെ ആ വിഷയം ഉയർന്ന സമയത്തൊക്കെ ഭയങ്കരമായിട്ട് വന്നിരുന്നൊരു സംഗതിയാണ് ഈ ആർഗ്യുമെൻ്റാണ്. താഴെത്തട്ടിലുള്ളവർക്ക് പോലീസ് സ്റ്റേഷനിൽ സ്പേസ് ഇല്ല. അത്തരത്തിലുള്ള ആർഗ്യുമെൻസിനൊക്കെ ആ സമയത്ത് അങ്ങേരെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ധാരാളം പാർട്ടി പ്രവർത്തകർ, പാർട്ടി കോറിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ വരെ ലൈക്കുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിട്ടുണ്ട് നമ്മളെ നാട്ടിൽ. പിന്നീട് അങ്ങേര് പാർട്ടിയിൽ നിന്ന് പുറത്തായതോടു കൂടിയിട്ടത് പെട്ടെന്നില്ലാതായി. പക്ഷെ അതുവരെ അങ്ങേർക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം കിടക്കുന്നതുകൊണ്ട് കൂടി ആയിരിക്കാം. എന്താണെങ്കിൽ രണ്ടു കൂട്ടരും വളരെ അപക്വമായിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. പിന്നെ ഇതിൽ എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയക്കാർ സാധാരണ ഇങ്ങനത്തെ വിഷയങ്ങളിൽ പെരുമാറാറുള്ള ഒരു രീതി, ഇപ്പോൾ പിണറായി വിജയൻ അടിയന്തരാവസ്ഥ കാലത്ത് അടി കൊണ്ടിട്ട് ആ അടിച്ച പോലീസുകാരനെ പിന്നീട് കാണുന്ന ഒരു സംഭവം പുള്ളി വിവരിക്കുന്നുണ്ട്. അതിൽ ഇങ്ങനെ കാണുന്ന സമയത്ത് അങ്ങനെ ഒന്ന് പേടിച്ച് മാറുന്നു. ഈ പോലീസുകാരൻ പേടിച്ച് മാറുമ്പോൾ ഇങ്ങനെ പറഞ്ഞ് ഞാൻ നിങ്ങളൊന്നും ചെയ്യാൻ വന്നതല്ല, ഞാനിവിടെ വേറെ ആളെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു പോകുന്നുണ്ട്. ഇത് ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എടുക്കുന്ന സംയമനമാണ്. അയാളെ ആക്രമിക്കണമെങ്കിൽ ആക്രമിക്കാവുന്ന തരത്തിലേക്ക് വളർന്നതിന് ശേഷമാണ് ഈ സംഭവം വരുന്നത്. അപ്പോൾ അത്തരത്തിലൊന്നും ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകൻ ഒരിക്കലും അങ്ങനെ പോകാറില്ല. പക്ഷെ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വേറെ ഏത് രാഷ്ട്രീയ നേതാവട്ടെ, അവർക്ക് ഇങ്ങനെ സംയമനം പാലിക്കുന്നതിൻ്റെ ഗുണങ്ങളുണ്ട്. അവർക്കതിൻ്റെ താൽക്കാലികമായിട്ടുള്ള ലക്ഷ്യങ്ങളുണ്ട്, ദീർഘകാലാടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടേണ്ട ഗുണങ്ങളുണ്ട്. രാഷ്ട്രീയ ആദർശത്തിൻ്റെതായിട്ടുള്ള ഒരു സാധാരണ പ്രവർത്തകനെ സംബന്ധിച്ച് ഈ അടി കൊണ്ടു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ച് ഈ അടി കൊണ്ട പാട് മാത്രമാണ് ബാക്കി. അപ്പോൾ ഇവർക്ക് സാധാരണ പ്രവർത്തകരെ സംബന്ധിച്ച് ഇത് താൽക്കാലികമായിട്ടുള്ളോ ദീർഘകാലാടിസ്ഥാനത്തിലോ യാതൊരു തരത്തിലുള്ള ഗുണം ചെയ്യുന്ന സംഗതിയല്ല. അവരെ സംബന്ധിച്ച് ഈ രാഷ്ട്രീയ പദ്ധതികളിലൊന്നും തന്നെ അവരുടെ പേര് എഴുതി ചേർക്കപ്പെടില്ല എന്നുള്ള അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ആ കിട്ടിയ അടി തിരിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒരടിയും കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി വാങ്ങി വീട്ടിൽ പോയിരിക്കുമ്പോൾ കുറച്ചൊരു സമാധാനം കിട്ടുമല്ലോ. ഇത്രേ കുട്ടികൾ കരുതി കാണുള്ളൂ, SFI പയ്യന്മാർ കരുതി കാണുള്ളൂ എന്ന് തോന്നുന്നു.
ക്ഷേതക്കാലം ഇപ്പം പോലീസിന് അന്വേഷണം നടക്കുന്നുണ്ട്. രണ്ട് കൂട്ടരുടെയും പരാതികൾ അന്വേഷണം നടക്കുന്നുണ്ട്, വിശദമായിട്ട് തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ പരാതികളെ അന്വേഷണം നടക്കട്ടെ, ഒരു കൃത്യമായ ഒരു വിവരം പോലീസിന് ശേഖരിച്ചിട്ട് തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകട്ടെ. നീതി ആരുടെ പക്ഷത്താണെന്ന് അന്വേഷിച്ച് കണ്ടെത്തട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.